വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാനിപ്പോ ഇന്നിവിടെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യബിലിറ്റി ഇതെല്ലാതും കൂടിയിട്ട് തിയറി പാർട്ട് ഒരുമിച്ച് പറയാണേ. അപ്പൊ ശ്രദ്ധിക്കണേ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ ഓരോന്നും പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ആദ്യം ലിമിറ്റ് എന്താ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ലിമിറ്റ് നോക്കുമ്പോഴേ നമ്മള് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ലിമിറ്റ് പറഞ്ഞുതരാം. എന്താണ് വാട്ട് ഈസ് മെൻ ബൈ എ ലിമിറ്റ് എന്നുള്ളതിന്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുന്നു, അപ്പൊ 1/∞ കാണുന്നു, then 1/∞ = 0. ശരിയല്ലേ? അങ്ങനെയല്ല, ആക്ച്വലി അതിന്റെ പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് എക്സിന് വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷന് എന്ത് സംഭവിക്കുന്നു, അതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായ? എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യം 1 ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക, 4 ഇട്ട് കൊടുക്കുക, 5 ഇട്ട് കൊടുക്കുക, അങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന കാര്യമാണ് പറയണേ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം നമ്മുടെ നമ്പർ സിസ്റ്റത്തില്. ആദ്യം എക്സിന് 1 ഇട്ട് കൊടുത്തേ, എന്താ കിട്ടുക? 1/1 അല്ലെ, 1. ഓക്കെ, നെക്സ്റ്റ് 2 ഇട്ട് കൊടുക്ക്, 1/2 അല്ലേ. അപ്പൊ ഞാൻ മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ, മാർക്ക് എളുപ്പത്തിന് ഞാൻ ആ 0 ഒന്ന് മാർക്ക് ചെയ്തുവേ. അപ്പൊ ഹാഫ് എന്ന് പറഞ്ഞാൽ അവർ നടുക്ക് എനിക്ക് മാർക്ക് ചെയ്ത് വിടാലോ, അത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തേട്ടാ. അടുത്തത് 1/3 വരുന്നു, അത് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. 1/4 അത് മാർക്ക് ചെയ്യാൻ എളുപ്പം, മാർക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് മാത്രം ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ 1/4 കഴിഞ്ഞാൽ പിന്നെ 1/5 എന്ന് പറയുന്നത് 0ക്കും 1/4ന്റെ ഇടയിലായിരിക്കും. 1/6, 1/7, 1/8 മാർക്ക് ചെയ്യാൻ അസുഖം അല്ലെ, കാരണം 0ന്റെയും 1/4ന്റെയും ഇടയിലാണ് 1/8 വരാൻ പോണേ. അടുത്തത് മാർക്ക് ചെയ്യാൻ അടുത്തത് എളുപ്പം ഏതാ? 1/16 അല്ലെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് അല്ലെ. പിന്നെ വീണ്ടും നടുക്ക്, ഇത് എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് ചെന്ന് വീഴാൻ പോകുന്നത് ഏത് നമ്പറിലേക്കാണ്? 0യിലേക്കാണ്. അങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് എ ലിമിറ്റ്. ക്ലിയർ ആയ? അതായത് നമ്മൾ ഇങ്ങനെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറെ സ്റ്റാൻഡേർഡ് ലിമിറ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x 0 ആണ്. അതേപോലെ x raised to n minus a raised to n by x minus a, n into a raised to n minus 1, അങ്ങനെ കുറെ ലിമിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ നമ്മള്. അതൊക്കെ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തേക്കാണ്? കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ആണ് അത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒന്ന് സ്റ്റാൻഡേർഡ് ലിമിറ്റ് നമ്മൾ കാണാണ്ട് പഠിക്കണം, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുവിധം എല്ലാ ഇക്വേഷൻസ് ഞാൻ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x by x 1 ആണെന്ന് നമുക്കറിയാം അല്ലെ, 1 ആണെന്ന്. അപ്പൊ ഇത് പഠിച്ചു എന്ന് വിചാരിക്കും, ഇത് പഠിച്ച ഒരാൾക്ക് tan x കിട്ടും. കാരണം എന്താ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 tan x by x. tan x by x നെ വിചാരിക്കുക, tan x നെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, ഇല്ല, വേണ്ട. tan x നെ എനിക്ക് എങ്ങനെ എഴുതാം? sin x by cos x എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 tan x നെ നമുക്ക് എങ്ങനെ എഴുതാം? sin x ഡിവൈഡഡ് ബൈ cos x. അപ്പൊ ബൈ cos x വരുമ്പോൾ ഞാൻ അതിനെ x cos x എന്ന് വിളിച്ചൂടെ? ഇതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ലിമിറ്റ് എന്തെന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x by x ഉം അതേപോലെ തന്നെ മറ്റേയാള് 1 cos x ഉം. ലിമിറ്റ് അപ്ലൈ, sin x by x 1 ആണ്, 1 into cos 0 1 ആണ്, 1. കണ്ട? അപ്പൊ sin x by x മാത്രം പഠിച്ചാൽ മതി, tan x by x 1 ആണെന്ന് കാണിക്കാൻ. ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ e raised to x ന്റെ അതേപോലെ തന്നെ log x ന്റെ കുറെ ലിമിറ്റുകൾ ഉണ്ട്, അത് ഞാൻ അപ്പൊ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അത് സ്റ്റാൻഡേർഡ് ലിമിറ്റിന്റെ കാണിച്ചു തരുമ്പോ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു തരുമ്പോ അതിന്റെ കണ്ടന്റുകൾ പറഞ്ഞുതരാം. നിങ്ങൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്ത് ലിമിറ്റ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യലായിക്കോട്ടെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരിക്കലും ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അത് ഏറ്റവും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു എക്സാമ്പിൾ പറയാം ഞാനിപ്പം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഇങ്ങനെ തന്നേക്കാന്ന് വിചാരിക്കേ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഇട്ട് കൊടുത്ത എന്താ ഉണ്ടാവുക? ഡിനോമിനേറ്റർ 0 ആവൂലെ. ന്യൂമറേറ്റർ 0 ആണോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിപ്പോ ന്യൂമറേറ്റർ മാത്രമായിട്ട് 0 ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല. പക്ഷെ എന്ത് 0 ആവാൻ പാടില്ല? ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, മറക്കരുത്. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും നമ്മൾ ലിമിറ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ചെയ്യാത്തത്. അതിന് അപ്പൊ നമ്മൾ നോക്കിയാ ഓക്കെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലെ, എങ്കിൽ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ള ഏതിൽ പെട്ടു?
ഇപ്പൊ പറഞ്ഞത് സംഭവം. അങ്ങനെ വേണം നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റ് x tending to 0 3x divided by root 1 plus 3x minus root 1 minus 3x. ഇതാണ് ഒരു ചോദ്യം എന്ന് വിചാരിക്കുക. ഈ ചോദ്യത്തില് എക്സിലെ സീറോ ഇട്ടെടുത്ത ന്യൂമറേറ്റർ സീറോ ആണ്, അത് കുഴപ്പമില്ല. പക്ഷെ ന്യൂമറേറ്റർ മാത്രമാണോ സീറോ എന്ന് കൺഫേം ചെയ്യാം. ഡിനോമിനേറ്റർ ഇട്ട് കൊടുത്ത് എന്താ കിട്ടുക? എക്സിലെ സീറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററും സീറോ ആയി പോകും അല്ലെ? അപ്പൊ പണി പാളി. അപ്പൊ പറ്റില്ല. ഇതില് കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഡിനോമിനേറ്റർ അല്ലെ? ആ ഡിനോമിനേറ്ററിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പോസിറ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ. അപ്പൊ റൂട്ട് 1 plus 3x മൈനസിന് പകരം പ്ലസ് റൂട്ട് 1 minus 3x ഡിവൈഡഡ് ബൈ താഴെയും സെയിം തന്നെ കേട്ടോ, 1 plus 3x പ്ലസ് റൂട്ട് 1 minus 3x. അല്ലാണ്ട് റൂട്ടിന്റെ ഉള്ളിലത്തെ ആൾക്കാർക്കല്ല, രണ്ട് വ്യത്യസ്ത ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ചിഹ്നം മാറ്റാണ് വേണ്ട കേട്ടാ. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എന്താ കിട്ടാ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 3x ഇൻറ്റു റൂട്ട് 1 plus 3x. ഇതൊന്നും നമ്മളൊന്നും ചെയ്യണില്ല. 1 plus 3x പ്ലസ് റൂട്ട് 1 minus 3x. കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് a plus b ന്റെ a minus b അല്ലേ? എന്ന് പറഞ്ഞാൽ a square minus b square അല്ലേ? a square എന്ന് പറയുമ്പോൾ ആ റൂട്ട് പോയി ഉണ്ടാവും അല്ലെ? അപ്പൊ 1 plus 3x മൈനസ് 1 minus 3x. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ 1 ക്യാൻസൽ ആയി പോയിണ്ടോ? 3x കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6x കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ 3x റൂട്ട് 1 plus 3x പ്ലസ് റൂട്ട് 1 minus 3x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? നമുക്ക് 3x പ്ലസ് 3x 6x കിട്ടിയിട്ടുണ്ടാവും. എക്സ് ക്യാൻസൽ ആയി. വേണമെങ്കിൽ നമുക്ക് ആ 2 ഒന്ന് ക്യാൻസൽ ആയി. ഇനി നിങ്ങൾ നോക്കി നോക്കിയേ, എവിടെയെങ്കിലും ഡിനോമിനേറ്റർ സീറോ ആവുന്നുണ്ടോ? ഇല്ല. ഡിനോമിനേറ്റർ നമുക്ക് ഒരു 2 എന്ന് പറഞ്ഞ നമ്പർ ആയില്ലേ? ഡിനോമിനേറ്റർ സീറോ ആവില്ല ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ക്ലിയർ അല്ലേ? പിന്നെ ഡയറക്റ്റ് ലിമിറ്റ് ഇട്ട് കൊടുക്കാം. മുകളിൽ ഇട്ട് കൊടുക്കുക, എക്സിന് സീറോ ഇട്ട് കൊടുക്കുക. റൂട്ട് 1 പ്ലസ് റൂട്ട് 1 ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. ആൻസർ കിട്ടിയതാണ്ട. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതുപോലെ റൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട മാർഗം എന്ന് പറയുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ലിമിറ്റ് ആണ്. ആകെ നമ്മളൊരു ഇൻഫിനിറ്റ് ലിമിറ്റ് അല്ലേ പഠിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0 മതി, ധാരാളമാണ് ഇത് പഠിച്ചത്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇത് വരുമ്പോ എപ്പോഴും നമുക്കൊരു പോളിനോമിയൽ പോലത്തെ ഫംഗ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ കേട്ടാ. ഞാനാണെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ലിമിറ്റ് n tends to infinity x raised to 2 plus 5x plus 6 കൊടുത്തു. അതേപോലെ x raised to 2 plus x plus 1 പുറത്തേക്കാന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും നമ്മളുടെ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിന്റെയും പവർ സെയിം ആയിരിക്കുവേ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഡിനോമിനേറ്ററിന്റെ പവറാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായി ലിമിറ്റ് സീറോ ആയി പോയിക്കോളും. അല്ലാത്ത പക്ഷത്തുള്ള പ്രോബ്ലം ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ അങ്ങനെ സാധ്യത കുറവാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഉത്തരം കണ്ടു പറയാൻ പറ്റും. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു പറഞ്ഞുതരാം. ഇതിന്റെ ഹൈയസ്റ്റ് പവർ എത്രയാ? എക്സ് സ്ക്വയർ അല്ലേ? ഞാൻ ആ എക്സ് സ്ക്വയർ ഒന്ന് പതുക്കെ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താ കിട്ടുക എനിക്ക്? 1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 6 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്നും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്നായില്ലേ? എന്നിട്ട് ഇത് ക്യാൻസൽ ആയി. ഇനി നിങ്ങൾ ആ ലിമിറ്റ് അപ്ലൈ ചെയ്യും. എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് 0 ആണല്ലേ? അപ്പൊ 5 ബൈ എക്സ് 0 അല്ലേ? സിമിലർലി 6 ബൈ എക്സ് സ്ക്വയർ 0 ആണ്. ഇയാള് 0 അല്ലേ? 1 ആൻസർ കിട്ടിയതാണ്ട. അപ്പൊ അതല്ലാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ്. അതായത് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? ഈ പവർ അല്ലെ? ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ഡിഗ്രി സെയിം ആണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ് ആണ് ലിമിറ്റ് ആയിട്ട് ഉത്തരം വരാം. ക്ലിയർ ആയില്ലേ? അപ്പോ സ്റ്റാൻഡേർഡ് ലിമിറ്റുകൾ നിർബന്ധമായി പഠിക്കുക. പിന്നെ അതേപോലെ ഇൻഫിനിറ്റി ലിമിറ്റിന്റെ ഒരു കേസ്, പിന്നെ മറ്റേ നമ്മുടെ റൂട്ടൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാ? ആ കോൺജുഗേറ്റ് പോലെ, അതായത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം നമ്മൾ മുകളിലും താഴെ എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നീട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇതായിരുന്നു ലിമിറ്റുകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ലിമിറ്റ് നോക്കിയാലോ എന്തൊക്കെയാന്നുള്ളത്. സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്
ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. അതെന്ന് പറയുന്നത് എന്താ? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ആക്ച്വലി അത് വന്നിരിക്കുന്ന ഇക്വേഷൻ എളുപ്പ. ഇങ്ങനെ ആലോചിക്കുക, ഇതിന്റെ ചെറിയ കേസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെറിയ കേസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വിചാരിക്കുക, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എക്സ് റൈസ് ടു 3 മൈനസ് എ റൈസ് ടു 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് എ അതിന്റെ ഒരു ഫാക്ടർ അല്ലേ, അപ്പൊ ഫാക്ടറൈസ് ചെയ്യാൻ മോൾ ഭാഗം നമുക്കറിയാം അല്ലെ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. അതേപോലെ ന്യൂമറേറ്ററിന് എനിക്ക് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എന്ന് കൊടുത്തൂടെ. രണ്ടും കട്ട് ചെയ്യൂ. എന്നിട്ട് ഇനി ലിമിറ്റ്, അപ്പം നേരത്തെ ഇട്ട് കൊടുക്കാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാണ്ടിരുന്നതിന്റെ കാരണം എന്താ? എ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ഡിനോമിനേറ്റർ 0 ആയി അല്ലെ. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. ഇനി നമുക്ക് ആ എ ഒന്ന് അവിടെ ഇട്ട് കൊടുക്കാം എക്സ് സ്ക്വയറിന് പകരം. അപ്പൊ എന്താ വരാ? എ സ്ക്വയർ പ്ലസ് അടുത്തത് എക്സിന് പകരം എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ദിസ് ഇസ് ഈക്വൽ ടു 3a സ്ക്വയർ അല്ലേ. ഇതാ ഇക്വേഷൻ പ്രകാരം n എന്ന് പറഞ്ഞാൽ ഈ പവർ 3ക്ക് പകരം n എ റൈസ് ടു n മൈനസ് 1 അല്ലേ. നോക്കിയേ, കണ്ട ഈ ഐറ്റം നമ്മൾ nth കേസിൽ, അതായത് എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n എന്നുള്ളതിനെ ഇതേപോലെ എക്സ്പാൻഷൻ നമ്മൾ നടത്തും. എന്നിട്ടാണ് ആ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞല്ലേ, ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. ഈ ടു എക്സിന്റെ സീക്വൻഷ്യൽ എക്സ്പാൻഷൻ എന്തായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, അതായത് എക്സ് ബൈ 1 ഫാക്ടോറിയൽ ഉണ്ട്, എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ലിമിറ്റ് എന്തായിരുന്നു? ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്, അതിന്റെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് പറയുന്നത് 1 ആന്നല്ലേ പറഞ്ഞേക്കണേ. അത് ഇവിടെ നോക്കി നോക്കി, ഇതല്ലേ നമ്മുടെ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്, ശരിയല്ലേ? അത് പ്രകാരം വരുന്നത് ഇ റൈസ് ടു എക്സിന് പകരം ഞാൻ ഈ സീക്വൻസ് അവിടെ എഴുതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ വണ്ണും ക്യാൻസൽ ആയി പോയില്ലേ. ഇനി സാധാരണ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ പ്ലസിന്റെ ഡിവൈഡഡ് ബൈ എക്സ് വരണമെങ്കിൽ ഓരോ ടൈമിനെയും നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ആദ്യത്തെ ടൈമിനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക, എന്താ കിട്ടുക? 1 പ്ലസ് അടുത്തതോ എക്സ് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ ബൈ, പിന്നെ അവിടെ അങ്ങോട്ട് ഉള്ളതിലൊക്കെ എക്സ് വരും, കാരണം ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 ആയി പോകാനുണ്ട്. പിന്നെ അവിടെയുള്ള ഹയർ ടേംസിലൊക്കെ എന്തുണ്ട്? എക്സ് ഉണ്ട്. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 അല്ലേ, ഡിനോമിനേറ്ററിൽ ആരും ഇല്ലല്ലോ, ഡിനോമിനേറ്റർ ഒക്കെ നമ്പർ അല്ലേ, കാരണം ഈ എക്സ് ഓരോരുത്തരായിട്ട് കട്ട് ചെയ്ത് പോയിക്ക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നോക്ക്, ഈ ഭാഗം 0 ആയി പോകും, ഈ ഭാഗം 0 ആയി പോകും. കാരണം എന്താ? ഹയർ ടേംസിലൊക്കെ എക്സ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, നമുക്കത് 0 ആക്കി വിടാം. ബാക്കി ആരോ ഉള്ളൂ അവിടെ? 1 മാത്രല്ലേ ഉള്ളൂ നമുക്ക് അവിടെ വരെ പറയാനായിട്ട്. ഇതേപോലെയാണ് ഓരോ ലിമിറ്റും കണ്ടെത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഡയറക്റ്റ് നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കണമെന്നൊന്നും അല്ല. നമുക്ക് ഓരോന്നിനും അതിൻ്റെതായ രീതികളുണ്ട്. നമുക്കിപ്പോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എന്താ അറിഞ്ഞാൽ മതി. പിന്നീട് നിങ്ങൾ ഇപ്പൊ പഠിക്കുമ്പോൾ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി കുറച്ചൊക്കെ കാണാണ്ട് പഠിക്കാൻ നല്ലത്. അതിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങള് സൈൻ തീറ്റ ബൈ കേസ്, അതേപോലെ തന്നെ ലോഗ് എക്സ്, പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ, അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു 1 ബൈ എക്സ് ഇ ആണ്. അതായത് ഈ എക്സിന്റെ തൊട്ടടുത്ത് ഇവിടെ 1 അല്ലേ, അതുകൊണ്ടാണ് ഈ പവർ 1 എന്ന് കിട്ടിയേക്കണം. മനസ്സിലായ? അതേസമയം അവിടെ വില കെ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഇതേ കണ്ട, അത് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചിട്ടായാലും തിരിച്ചു മാറ്റാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. അപ്പം അടുത്തത് ഇതിന്റെ തന്നെ തിരിച്ച്, ഇത് 0 ലിമിറ്റ് അല്ലേ, ഇത് ഇൻഫിനിറ്റി ലിമിറ്റ് അല്ലേ നോക്കിയേ. അപ്പൊ നേരെ തല തിരിക്കുക, അതായത് ഈ എക്സിന് പകരം 1 ബൈ എക്സും, അതേപോലെ മുകളിൽ പവറിൽ കിടക്കണ 1 ബൈ എക്സിന് പകരം ഇവിടെ എക്സും ആയിട്ട് യൂസ് ചെയ്യാം കേട്ടാ. അങ്ങനെ വേണം അതിന്റെ കേസ്. ഇതൊക്കെ അതിന്റെ ജനറൽ ആണ് കേട്ടാ. കണ്ടിന്യൂറ്റിയിലേക്ക് പോവാം. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ വേർഡ് ബൈ വേർഡ് എന്താ അർത്ഥം? തുടർച്ചയായി പോകുന്നത് അല്ലെ. അതേ തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് തുടർച്ചയായി പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ശരിയാണ്, അത് തന്നെയാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പാലം നടന്ന് കടക്കാന്ന് വിചാരിക്കുക. ഈ പാലം മരത്തിന്റെ പീസ് കൊണ്ട് ഉണ്ടാക്കിയേക്കണം കേട്ടോ. അപ്പൊ നമുക്കൊരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഈ പാലം കടക്കണം എന്ന് വിചാരിക്കുക. ഈ പാലത്തിന്റെ ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ഓരോ മരത്തിന്റെ പീസുകൾ ഇവിടെ ഉണ്ടാവും അല്ലെ. ഈ ഓരോ മരത്തിന്റെ പീസുകളും ഇങ്ങനെ കിടക്കാണ്. ഒരു മരത്തിന്റെ പീസ് മാത്രം ഇങ്ങനെ പൊക്കത്താന്ന് വിചാരിക്കും, ബാക്കിയെല്ലാം വീണ്ടും സാധാ പോലെ. എങ്കിൽ നിങ്ങൾക്ക് ഈ പാലം കണ്ടിന്യൂസ് ആയിട്ട് കടക്കാൻ പറ്റുമോ? യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാണ്ട്
പറ്റില്ല അല്ലെ, ഒരാൾ പൊക്കത്തല്ല. ഇതേ ഐറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ട്, അതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഉണ്ട്, പിന്നെ അറ്റ് ദ പോയിന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എ ആണെങ്കിൽ ഏതാണോ പോയിന്റ് അവിടുത്തെ ഫംഗ്ഷൻ. ഇങ്ങനെ 3 ഐറ്റംസ് ഉണ്ട്. ഈ 3 ഐറ്റംസും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അതെന്തൊക്കെയാണ്? ലിമിറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്നല്ല വരുന്ന, ലെഫ്റ്റ് സൈഡ് നമുക്ക് ഒരു നെഗറ്റീവ്. അപ്പൊ എക്സ്റ്റെൻഡിങ് ടു എ മൈനസ്, അല്ലാണ്ട് ഇതിന്റെ അർത്ഥം എക്ക് പകരം മൈനസ് എ ഇട്ട് കൊടുക്കണം എന്നല്ല, ലെഫ്റ്റിൽ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥത്തിനാണ് ആ പവറിൽ നെഗറ്റീവ് എടുക്കുന്നത് കേട്ടാ. എഫ് ഓഫ് എക്സ്, ഇതിനാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ എ ആയതുകൊണ്ട്, ഞാൻ എടുത്ത പോയിന്റ് എ ആയതുകൊണ്ട് അറ്റ് ദ പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അത് പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ്. ഇതാണ് 3 ആൾക്കാര്. ഈ 3 ആൾക്കാർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് കണ്ടു, ഇപ്പതേ കണ്ടിന്യൂറ്റി എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് പോകാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റിക്കാണ്. അപ്പോളേ ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം. അല്ലെങ്കിൽ നമ്മൾ ഈ ഫിഗർ ഒക്കെ വരയ്ക്കുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ സർക്കിൾസ് ഒക്കെ ഇങ്ങനെ വലുതായി വലുതായി വലുതായി. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കണ്ടിട്ടുണ്ടാവുമല്ലോ, സർക്കിൾ ഇങ്ങനെ വലുതായി 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 വരുന്നത്. റേഡിയസ് 1 ആയിരിക്കുമ്പോൾ ഒരു സർക്കിൾ ആണ്, റേഡിയസ് 2 ആയിരിക്കുമ്പോൾ ഒരു സർക്കിൾ ആണ്, റേഡിയസ് 3 ആയിരിക്കുമ്പോൾ ഒരു സർക്കിൾ ആണ്. അങ്ങനെ സർക്കിൾസിന്റെ സൈസ് ചേഞ്ച് ചെയ്ത് വരുന്ന കണ്ടിട്ടുണ്ടാവൂലോ. വേറൊരു എക്സാമ്പിൾ ആണ്, നമ്മളെ മറ്റേ എന്താണ് ഈ കുളത്തിലൊക്കെ കല്ലെടുത്ത് എറിയുമ്പോ ആ വട്ടം എന്ന് പറയുന്നത് കല്ല് വീണോടത്തൊരു കുഞ്ഞു വട്ടം, പിന്നെ അങ്ങനെ വലുതായി 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 വരുന്ന കണ്ടിട്ടില്ലേ, ഇൻക്രീസിങ്. പിന്നെ റേറ്റ്, അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ആ റേറ്റ് ഓഫ് ചേഞ്ച്, സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റം. എല്ലാതും സമയത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റം എന്നില്ല, റേഡിയസിനനുസരിച്ച് മാറ്റം ഉണ്ടാകുന്ന ഏരിയ. ശരിയല്ലേ? റേഡിയസ് 1 ഒരു ഏരിയയാണ്, റേഡിയസ് 2 ഒരു ഏരിയയാണ്, വേറെ വേറെ ഏരിയ കിട്ടില്ലേ? അപ്പൊ അതേപോലെ ഒരു വസ്തുവിനെ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റൊന്നിനുണ്ടാകുന്ന വേരിയേഷൻ, ഇതാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ. സമയത്തിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ആക്സിലറേഷൻ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റിൽ, സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഒക്കെ അതല്ലേ? അതേപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു സാധനം ഉണ്ട്, എന്തെന്നത്? ഡി വൈ ബൈ ഡി എക്സ്. ദാറ്റ് മീൻസ് വൈയിലുള്ള ചേഞ്ച് ബൈ എക്സിലുള്ള ചേഞ്ച്. അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ 10ാം ക്ലാസ് മുതല്? വൈയിലുള്ള ചേഞ്ച്, ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ട്, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇത് വൈയിലുള്ള ചേഞ്ച് ബൈ എക്സിലുള്ള ചേഞ്ച് അല്ലേ? എന്താ അത്? സ്ലോപ്പ് അല്ലേ? അപ്പൊ ഇതൊക്കെ ഡിഫറൻസിയേഷനിലെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകളാണ്. ഈ സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കൊണ്ട് പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനവുമായിട്ട്, നമ്മുടെ ലേറ്റസ്റ്റ് ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറൻസിയേഷന്റെ എന്താണ് ഡെഫിനിഷൻ എന്ന് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്, അല്ലെങ്കിൽ വൈ ഡാഷ് എന്നൊക്കെ വിളിക്കാമേ. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഡെൽറ്റ എക്സിന് പകരം നിങ്ങൾ ചിലപ്പോൾ എച്ച് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് ആ വൈയിലുള്ള കുഞ്ഞൊരു ചേഞ്ച് അങ്ങനെ അർത്ഥത്തിലുള്ള മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ആ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്, ഇത്രേ ഉള്ളൂ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനാണ് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ഇനി അതെന്താന്ന് അറിയണ്ടേ? നമുക്ക് നോക്കി നോക്കാം. ദാ ഇവിടെ ഒരു എക്സ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു കർവ് ഉണ്ട് കേട്ടോ. ഈ കർവിന്റെ കാര്യത്തിലാണ് നമുക്ക് ഈ ഡി വൈ ബൈ ഡി എക്സ് ഒക്കെ ഏറ്റവും അധികം യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരു എക്സ് ഉണ്ടെന്ന് വിചാരിക്കും, ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് ഓഫ് എക്സ് ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? അതേപോലെ ഇവിടെ ഞാനൊരു ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് അടുത്ത ആളിലേക്ക് എത്തി, അതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ? നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്രേ ഉള്ളൂ. ഈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇല്ലേ? ഉറപ്പല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞത് പ്രകാരം അത് എന്താ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് അല്ലെ? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താ? വൈയിലുള്ള ചേഞ്ച്. ഇവിടെ വൈയിലുള്ള ചേഞ്ച് ആരാ? വൈയിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ y2 മൈനസ് y1. അത് ഇവിടെ എന്താ വരുന്നത്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എക്സിലുള്ള ചേഞ്ച് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള ചേഞ്ച് ഇവിടെ എന്താ? ഡെൽറ്റ എക്സ്.
ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എച്ച് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെ രീതിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോ ലിമിറ്റ് h ടെൻസ് ടു 0 f of x plus h മൈനസ് f of x ഡിവൈഡഡ് ബൈ h. ഇങ്ങനെയായിരിക്കും മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇത്രയേ ഉള്ളൂ, ആ ഡെൽറ്റ എക്സിന് പകരം എച്ച് എന്ന് വിളിച്ച കാര്യം അവസാനിച്ചു. ഇതിനാണ് നമ്മുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിച്ച ഓരോ സ്റ്റാൻഡേർഡ് ഡിഫറൻസിയേഷനും, അതായത് സൈൻ എക്സിന്റെ കോസ് എക്സ് ആണെന്നും കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആണെന്നും എക്സ് റൈസ് ടു എന്നിന്റെ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണെന്നും അതേപോലെ തന്നെ റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ് ആണെന്നും ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന്റെ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണെന്നുള്ള എല്ലാ ഡെഫിനിഷനും ഇത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാ. കുഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. കാരണം ഇപ്പം നമുക്ക് ഇനിയിപ്പോ ഞാൻ അത് പ്രൂഫ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ ഇനി പോകും. അതായത് ഇപ്പൊ എന്താ കൊടുക്ക, എഫ് ഓഫ് ഏറ്റവും എളുപ്പമുള്ളത് കേട്ടാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുക്കാൻ. നമുക്കറിയാലേ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന്. ചെക്ക് ചെയ്ത് നോക്കാം കിട്ടുമെന്ന്. എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആ. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ വരാ, എക്സ് പ്ലസ് എച്ച് അല്ലേ, മൈനസ് എഫ് ഓഫ് എക്സ് എന്താ എക്സ് ഡിവൈഡഡ് ബൈ എച്ച് അല്ലേ, എക്സും എക്സും ക്യാൻസൽ ആയി, എച്ച് എച്ചും ക്യാൻസൽ ആയി, ലിമിറ്റ് 1 അല്ലേ, ലിമിറ്റ് 1 ഈക്വൽ ടു 1 അല്ലേ. കണ്ട ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് 1 കിട്ടിയത്. ഇങ്ങനെ എക്സ് സ്ക്വയറിന്റെ 2x, എക്സ് ക്യൂബിന്റെ 3x സ്ക്വയർ, അങ്ങനെ എല്ലാ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. ഓക്കെ അല്ലേ. ഇതാണ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. അതായത് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, സൈൻ എക്സിന്റെ കോസ് എക്സ്, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിന്റെ സീക്ക് സ്ക്വയർ എക്സ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് ഉള്ളത്. ഇത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒന്നും മലമറക്കാന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഡെയിലി ഈ ഇക്വേഷൻസ് വായിച്ചാൽ തന്നെ ഓർമ്മ നിൽക്കുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യമില്ല നമുക്ക് ഇതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ അഞ്ചെണ്ണം വീതം പഠിച്ച് അങ്ങനെ കൊണ്ടുവരട്ടെ. അങ്ങനെ നമുക്കിപ്പോ എന്തായാലും സമയമില്ല, എത്ര പേർക്ക് സമയങ്ങളൊന്നുമില്ല, എങ്കിലും നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ തന്നെ ഇത് കിട്ടുള്ളൂ. അപ്പൊ ഡെയിലി ഒരു 10 ഇക്വേഷൻസ് വീതമൊക്കെ പഠിക്കാൻ നോക്കുക. അതുപോലെ ഓരോ ചാപ്റ്ററും നിങ്ങൾ ഇന്ന സമയം അതിന് ഫിക്സ് ചെയ്യുക. ഇപ്പൊ ഈസി ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ മെട്രിക്സ്, പിന്നെ ബൈനോമിയൽ തിയറം, പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സ്ട്രെയിറ്റ് ലൈൻസ്, ഇങ്ങനെ ഈസി ആയിട്ടുള്ള സാധനങ്ങളില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ അല്ല, ഈ ലിമിറ്റും കണ്ടിന്യൂറ്റിക്ക് ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കണം ആക്ച്വലി. പക്ഷെ ഈ ഇക്വേഷൻ പഠിക്കാനുള്ള പേടി അല്ലെങ്കിൽ മറന്നു പോവുക, ഇങ്ങനത്തെ ഉള്ള കംപ്ലൈന്റ് കൊണ്ടാണ് ഇതിനൊക്കെ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കണത്. അല്ലാണ്ട് ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് യാതൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. കാരണം ഇപ്പൊ ലിമിറ്റ് ഞാൻ പറഞ്ഞ അത്രയും രീതികൾ പറഞ്ഞില്ലേ, ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാര്യം മനസ്സിലായിക്കോളും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഈ പറഞ്ഞ രീതികൾ. ഇപ്പൊ ഡിഫറൻസിയേഷൻ ഇത് സ്റ്റാൻഡേർഡ് പഠിച്ചില്ലേ, ഞാൻ പറയാം ഒരു 3-4 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുക, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക, ഇത്രയുള്ള പരിപാടിയുള്ളൂ ഇതിന്റെ കാര്യത്തിൽ. ഓക്കെ, ഞാൻ പറഞ്ഞ ടൈപ്പുകൾ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. ഇതാ ഓരോ ടൈപ്പ് നോക്കിക്കോണേ. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് y ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ളൊരു ടൈപ്പ്. അടുത്തത് y ഈസ് ഈക്വൽ ടു സൈൻ 2x അല്ലെങ്കിൽ സൈൻ 4x അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ്. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് y ക്യൂബ് ഈക്വൽ ടു 100 ഇങ്ങനെ ഒരു ടൈപ്പ്. പിന്നെ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ ആൻഡ് y ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ, ഇതൊരു ടൈപ്പ്. പിന്നെ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് റൈസ് ടു എക്സ്. ഇത്രയും ടൈപ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ +2 സിലബസിൽ പഠിക്കാനായിട്ട് ഉള്ളൂ. ഡിഫറൻഷിയേഷൻ എളുപ്പമാണ്, പക്ഷെ അത് തിരിച്ചറിയാൻ അതെന്തുകൊണ്ട് എന്നുള്ള കഥ. ആദ്യത്തെ നോക്കിയാൽ y ഈക്വൽ ടു സൈൻ എക്സ് അല്ലെ, അത് നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്നതല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് പോലെയുള്ള സാധ്യതയുള്ള ഒരാളല്ലേ ഫസ്റ്റ് 1 എടുക്കുന്നത്. അത് നമ്മൾ എന്താ പറയാ ഇക്വേഷൻ പഠിച്ച് ചെയ്യേണ്ടത്. ബാക്കി അവിടെ നിന്ന് വന്നിട്ടുള്ള 4 എണ്ണം ആ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ക്ലിയർ ആയില്ലേ? നോക്കിയേ, ആദ്യത്തത് പോലെ അല്ലല്ലോ നമുക്ക് രണ്ടാമത്തത് എടുക്കുന്നത്. ഇതാണ് എന്റെ ഞാൻ നമ്പർ കൊടുക്കുകയാണെ 1 2 3 4 ആൻഡ് 5. നോക്കിയേ, ആദ്യത്തത് പോലെ അല്ലല്ലോ രണ്ടാമത് എടുക്കണേ, ശരിയല്ലേ? ആദ്യത്തത് വന്നിട്ട് ഡയറക്റ്റ് സൈൻ എക്സ് ആ, പക്ഷെ രണ്ടാമത്തത് അങ്ങനെയല്ല. എത്ര ഫംഗ്ഷൻ ഉണ്ട് അവിടെ? 2 ഫംഗ്ഷൻ ഉണ്ട്. ഏതൊക്കെയത്? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും 4x എന്ന് പറയുന്ന ഫംഗ്ഷനും. അപ്പൊ അതെന്താ 2 ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട് കോമ്പോസിഷൻ സെറ്റ് റിലേഷൻ ഫംഗ്ഷനില്. കാരണം എഫ് ഓഫ് എക്സിനെ ഞാൻ സൈൻ എക്സ് എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. അതേപോലെ ജി ഓഫ് എക്സിനെ 4x എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. പോസിഷൻ ജി ഒന്ന് കണ്ടുപിടിച്ചാലോ?
എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്തെന്നാ 4x അല്ലെ. എഫ് ഓഫ് എക്സ്, എഫിന്റെ പരിപാടി എന്താ, എക്സ് ആണെങ്കിൽ സൈൻ എക്സ്, അപ്പൊ 4x ആണെങ്കിലോ സൈൻ 4x. കണ്ട, രണ്ട് ഫംഗ്ഷൻ കോമ്പോസിഷൻ എടുത്തിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന്. അതെങ്ങനെ നമ്മൾ ചെയ്യുക, അതായത് y ഈക്വൽ ടു സൈൻ 4x ആണെങ്കിൽ ഇവിടെ രണ്ടാൾക്കാരില്ലേ, രണ്ടുപേർക്കും ഡിഫറൻസിയേഷൻ എടുക്കും. പക്ഷെ ഒറ്റത്തവണ എടുക്കരുത് കേട്ടാ. അതായത് സൈനിന്റെ കോസ് 4xന്റെ 4 അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. y ഡാഷ് എന്ന് പറയുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ ആരാ, സൈൻ. അപ്പൊ ആ ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മാത്രം എന്ന് പറഞ്ഞാൽ കോസ്. രണ്ടാമത്തെ ഫംഗ്ഷൻ അവ മാറ്റങ്ങളൊന്നും വരുത്തരുത്. അത് എത്ര പേരുണ്ടെങ്കിലും, ഇതിപ്പോ രണ്ടുപേരുള്ളൂ, ചിലപ്പോ 3 പേരൊക്കെ ഉണ്ടാവൂലോ, മാറ്റം വരുത്തരുത്. എന്നിട്ട് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് 4. ക്ലിയർ ആയ, ഇങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതാണ് ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മറക്കരുത്. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്, സൈൻ 4x എന്ന് പറയുന്നത് രണ്ടാൾക്കാരുണ്ടായിരുന്നു. അതിലാദ്യം സൈൻ എക്സ് എന്ന് പറയുന്ന ആളുടെ ഡെറിവേറ്റീവ് എടുത്തു. മറക്കരുത്, സൈൻ 4xന്റെ ഡെറിവേറ്റീവ് കോസ് 4x. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷന് ഡിഫറൻസിയേഷൻ എടുക്കരുത്. എന്നിട്ട് ഇൻറ്റു ചെയ്തിട്ട് വേണം 4xന്റെ ഡെറിവേറ്റീവ് 4 എടുക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് നോക്കി. ഇത്രയും നേരം y ഈക്വൽ ടു തന്നിട്ടുണ്ടായല്ലേ, ഇവിടെ മൂന്നാമത്തെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാ, ഇല്ല അല്ലെ. നമുക്കതപ്പോ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇങ്ങനത്തെ ടൈപ്പ്, അതായത് y ഈക്വൽ ടു എന്നൊന്ന് പറഞ്ഞ് എഴുതാനായിട്ട് സമയമില്ല. ഇപ്പൊ നമുക്ക് ചിലപ്പോ കുഞ്ഞിതായി കണ്ട് എഴുതാൻ സുഖമായിരിക്കും. പക്ഷെ ഹയസ്റ്റ് പവർ 5/4 അങ്ങനത്തെ പവർ ഒക്കെ ഒന്ന് രസം ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം. അതായത് തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് ഇങ്ങനെ എഴുതാണ്, വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അപ്പോ 2x dx by വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പ്ലസ് y ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ, 3y² dy/dx ഈക്വൽ ടു 100ന്റെ 0. കണ്ട, ഇതിൽ ആക്ച്വലി എക്സിന്റെ ഭാഗത്ത് ശരിക്കും എടുക്കണം നിർബന്ധമല്ലേ, കാരണം dx/dx 1 ആണല്ലോ. വൈന്റെ ഭാഗത്ത് എടുക്കണം, പക്ഷെ വൈന്റെ ഭാഗത്ത് എടുക്കാൻ മറക്കരുത്. അതുകൊണ്ടാണ് ഒരു ഫ്ലോയിൽ അനുസരിച്ച് അങ്ങോട്ട് എഴുതിക്കോളാം ഞാൻ പറഞ്ഞത്. എക്സിന്റെ അവിടെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ dx/dx എഴുതാ, വൈന്റെ അവിടെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ dy/dx എടുക്കാം. പ്രശ്നം സോൾവ് ആയില്ലേ. dx/dx നിങ്ങൾ 1 ആയിട്ട് എടുത്തോ. അപ്പൊ ബാക്കിയോ 3y² ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു -2x എന്നും അവിടെ നിന്ന് dy, ഞാൻ y ഡാഷ് എന്ന് എഴുതിയ y ഡാഷ് ഈക്വൽ ടു -2x/3y². പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ചിലപ്പോൾ dy/dx ഒന്നിലധികം ടേംസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാ, dy/dx ഒരു സൈഡിലേക്ക് മാറ്റാ, ബാക്കിയുള്ളവർ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാ, എന്നിട്ട് അവിടുന്ന് dy/dx കണ്ടുപിടിക്കാം. നമ്മള് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താ, നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ലല്ലോ തന്നേക്കണേ, ഒരു സംഭവത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ y കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ അത് ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അടുത്തത് ഇത്ര നേരമൊക്കെ എക്സും വൈയും എന്താ പറയാ വെറുതെ തന്നെ കിടക്കായിരുന്നു. ഇപ്പൊ എന്താ, എക്സ് എന്ന് പറയുന്നത് തീറ്റയിലൊരു ഫംഗ്ഷൻ, y എന്ന് പറയുന്നതും തീറ്റയിലൊരു ഫംഗ്ഷൻ, ശരിയല്ലേ. എങ്കിൽ എക്സിനെ എനിക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റയല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി വൈനെ എനിക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റയല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ചെയ്താൽ മതി. നമ്മൾ എന്തെന്ന് കാണിക്കുക, dx/d θ കണ്ടുപിടിക്കുക. ദിസ് ഇസ് ഈക്വൽ കോസ് തീറ്റയുടെ എന്ത് കിട്ടി, -sin θ എന്ന് കിട്ടി. അതേപോലെ dy/d θ എന്താ വരാ, sin θയുടെ ഡെറിവേറ്റീവ് കോസ് θ കിട്ടി. and then dy/d θ divided by dx/d θ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണത് എന്താ, dy/dx അല്ലെ, d θ ക്യാൻസൽ ആയി പോയിട്ട് ദിസ് ഇസ് ഈക്വൽ ടു dy എന്ന് പറയുമ്പോൾ കോസ് θ ഡിവൈഡഡ് ബൈ -sin θ. അപ്പൊ ചിലപ്പോഴേ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് തരണം നിർബന്ധമില്ല. അതായത് x ഈക്വൽ ടു സം കോസ് θ എന്നും y ഈക്വൽ ടു സൈൻ θ തരുന്ന ഒരു നിർബന്ധമില്ല. അതായത് ഇപ്പൊ ഇങ്ങനെ തന്നേക്കണം എനിക്ക്, ഇങ്ങനെ എന്താ 2θ വിത്ത് റെസ്പെക്ട് 3θ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാ പറ്റാ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ദാ ഈ ഐറ്റം ആണ് തന്നേക്കണേ, പക്ഷെ നമുക്ക് അതിന്റെ അടിയിൽ അപ്പൊ d θകൾ ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ അപ്പൊ 2θ വിത്ത് റെസ്പെക്ട് ടു θ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക, നമുക്ക് 2 കിട്ടും അല്ലെ. അതേപോലെ 3θ വിത്ത് റെസ്പെക്ട് ടു θ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അങ്ങനെ 3. ഇങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് tan ഇൻവേഴ്സ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പൊ എന്ത് ചെയ്യാ, മുകൾ ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്യുക, താഴ്ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫംഗ്ഷന്റെ അണ്ടറിൽ വരുന്ന ഡിഫറൻസിയേഷനുകളാണ്. അല്ലാണ്ട് വേറെ പുറത്തുനിന്ന് പഠിച്ച സാധനങ്ങളൊന്നും അല്ല. എഴുതുമ്പോ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ തരുള്ളൂ, എന്നാലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. ഡയറക്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പൊ
ഇങ്ങനെ നമ്മൾ തരുന്നതാണ്. അതാണ് എക്സിനെയും വൈനെയും വേറൊരാള്, അതുകൊണ്ടാണ് പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിനെ മോഡൽ നോക്കാം. ഈ എക്സ് സ്ക്വയർ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയർ ഒക്കെ ഉണ്ടായി 2x എഴുതൂ അല്ലെ. എക്സ് ക്യൂബ് ആണെങ്കിൽ 3x സ്ക്വയർ എഴുതൂ അല്ലെ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ എക്സ് റൈസ് ടു എക്സ് ചെയ്യാൻ പറ്റുമോ? പാടില്ല. അതിന്റെ പ്രത്യേകത എന്താ? എക്സിന്റെ മുകളിൽ ഒരു നമ്പർ അല്ല കെടുക്കുന്നത്, അതൊരു ഫംഗ്ഷനാ. അതാണ് പവർ ആയിട്ട് ഫംഗ്ഷൻ കെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ റൂട്ടിന്റെ ഉള്ളിൽ x-3 x-2 പിന്നെ ഡിവൈഡഡ് അല്ല ഇൻറ്റു x-5 ഡിവൈഡഡ് ബൈ x+3 x+2 അല്ലെങ്കിൽ x+6 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ വരുമ്പോൾ ചെയ്യുന്നതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. നമ്മൾ അതിന് എന്ത് ചെയ്യും? y ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് കൊടുക്കും, എന്നിട്ട് ലോഗ് y ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് കൊടുക്കും. പിന്നെ സാധാ പോലെ ലോഗ് y ഡിഫറൻസിയേഷൻ എന്താ? 1/y ഇൻറ്റു y ഡാഷ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആയി മാറുന്നു. ഇതും 1 ആയി. ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് ആകുന്നു. എന്നിട്ട് ആ y ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് y ഡാഷ് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ഡിഫറൻസിയേഷന്റെ പല ടൈപ്പ് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി ചുമ്മാ ഇപ്പൊ പെട്ടെന്ന് ഞാൻ അത് ഓർത്തതാണ്. അതായത് പ്രൊഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി. യു ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ ഇട്ട രണ്ട് വ്യത്യാസം. അപ്പൊ യു ഇൻറ്റു വി ഡാഷ് എന്നാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് കോഷ്യന്റ് റൂള് ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളൂ. ഈ ടോപ്പിക്, ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകൾ നല്ല തറവൊക്കെ 5 ടൈപ്പ് എന്നുള്ളത് 5 എണ്ണം വ്യത്യസ്തമായിട്ട്, അതായത് തിരിച്ചറിയാൻ പഠിക്കാം ആദ്യം ഇത് എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, ഒരു ചോദ്യത്തിൽ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പഠിക്കാം കേട്ടോ. പിന്നിപ്പോ ചിലപ്പോ തോന്നുന്നു ഇത് മാത്രം പോരല്ലോന്ന്. ശരിയാണ്. ആക്ച്വലി ഇപ്പം നമ്മള് ടാൻ ഇൻവേഴ്സിന്റെ ഭാഗം, അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കിന്റെ ഒക്കെ പഠിക്കാനുണ്ട്, കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. എന്താ പറയാ, ട്രിഗണോമെട്രിയിലത്തെ കുറെ ഇക്വേഷൻസ്, ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ഒരു ഡിഫറൻസിയേഷൻ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ 4 എണ്ണേ ഉള്ളൂ ചെയ്യാൻ. ലാസ്റ്റ് ടോപ്പിക് ആണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഇതൊക്കെ എവിടെയോ നമ്മൾ ഇപ്പൊ പഠിച്ചൂല്ലേ ഡിഫറൻസിയേഷൻ ചെയ്യാനായിട്ട്, എങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ നമുക്ക് വേണ്ടേ? അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനകത്ത് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്തായിരുന്നു? ഒരു കർവ് ഇൻക്രീസിങ് ഇന്റർവെൽ ആണോ ഡിക്രീസിങ് ഇന്റർവെൽ ആണോ, അതേപോലെ മാക്സിമം ഫംഗ്ഷൻ മാക്സിമം ഓഫ് ദ ഫംഗ്ഷൻ മിനിമം ഓഫ് ദ ഫംഗ്ഷൻ, ഇതിലെ ചെയ്തുകൊണ്ടിരുന്നത് ആകെ രണ്ട് മെത്തേഡ് ഉള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, ആ ടെസ്റ്റുകൾ ഞാൻ ആദ്യം എഴുതാം, അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിപാടി എന്താന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അതായത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യും ഫസ്റ്റ് ഡെറിവേറ്റീവ് കേട്ടോ. എഫ് ഡാഷിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെയും അതുപോലെ ഇത് എഫ് ഡബിൾ ഡാഷിന്റെ മെത്തേഡാണ് പറയുന്നത്. ആദ്യം സ്റ്റാർട്ടിംഗ് ഒക്കെ സെയിം തന്നെയാ. അതായത് എഫ് തന്നിട്ടുണ്ട്, എഫിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇന്റർവെൽ ആക്കുന്നു. ക്രിട്ടിക്കൽ പോയിന്റിന് ഇതേ ഇങ്ങനെ നമ്മൾ ഇന്റർവെൽ ആക്കുന്നു. ചിലയിടത്ത് നെഗറ്റീവ് ആയിരിക്കും, ചിലയിടത്ത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ പോസിറ്റീവ് ആകുന്നതിന് ഇൻക്രീസിങ്ങും നെഗറ്റീവ് ആകുന്നതിന് ഡിക്രീസിങ്ങും നമ്മളാക്കി. ഇവിടെ നിന്ന് ഇൻക്രീസിങ് ഡിക്രീസും ഇന്റർവെല് കണ്ടുപിടിക്കുന്നു. ഒരു ഇപ്പം ലെഫ്റ്റിന്ന് മുകളിലോട്ട് കയറി ഇത് താഴ്ത്തോട്ട് വരാന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലല്ലേ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോയേക്കാണ് അല്ലെ അടുത്തത്. അങ്ങനെ വരുമ്പോ ഇത് മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്റർവെല്ലും മാക്സിമം മിനിമം കിട്ടും. ഇതാണ് 4 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ഏത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്താ? സ്റ്റാർട്ടിംഗ് ഒക്കെ സെയിം തന്നെ. എഫ് ഡാഷ് ഈക്വൽ 0 കൊടുക്കും, ദെൻ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കും, അതൊക്കെ സെയിം തന്നെ. പക്ഷെ പിന്നെ ഇന്റർവെല്ല് ഇവിടുന്ന് കണ്ടുപിടിക്കില്ല നമ്മൾ അല്ലെ. ഇന്റർവെല്ല് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്ന കേസൊക്കെ ഉള്ളൂ കേട്ടാ. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പൊ ഇതിന്റെ മെത്തേഡില് നമ്മൾ എന്ത് ചെയ്യും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും അല്ലെ. എന്നിട്ട് നമ്മൾ ഈ ഓരോ ക്രിട്ടിക്കൽ പോയിന്റ് ഇട്ട് കൊടുക്കും. ആ ക്രിട്ടിക്കൽ പോയിന്റില് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ മാക്സിമവും, അതേപോലെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള കാര്യം പറയണ കേട്ടാ.
ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, നമുക്ക് മിനിമം ആണെന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഫസ്റ്റ് ഡെറിവേറ്റീവിൽ ഇന്റർവെൽ കിട്ടും, സെക്കൻഡിൽ ഇന്റർവെൽ ഇല്ല. ഫസ്റ്റ് പിന്നെ 2 പോയിന്റിലും മാക്സിമം മിനിമം ഒക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ ഓക്കെ. ക്ലിയർ ആയില്ലേ ചെയ്യേണ്ട രീതികൾ എന്താന്നുള്ളത്? പറഞ്ഞു അല്ലെ 2 ടെസ്റ്റുകൾ. പക്ഷെ ഇത് എന്താന്ന് അറിയണ്ടേ നമുക്ക്? ഇതെന്താന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് 0 എന്നല്ല അർത്ഥം. ഈ ഡെറിവേറ്റീവ് 0 ആവാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് അല്ലേ? അതായത് സ്ട്രെയിറ്റ് ലൈനെ സംബന്ധിച്ച് സ്ലോപ്പ് ആണ്. പക്ഷെ നമ്മളുടെ കർവിനെ സംബന്ധിച്ച്, കർവ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു പരാബോള വരച്ചു. അപ്പൊ അങ്ങനെ ഈ പോയിന്റിൽ ഞാൻ വരയ്ക്കുന്ന ടാൻജന്റിനെയാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയ? ടാൻജന്റ് അറിയാം, തൊടുവര. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ടാൻജന്റ് അത് 0 ആകുന്ന പോയിന്റ്, ദാറ്റ് മീൻസ് സ്ലോപ്പ് 0 ആവുന്ന. സ്ലോപ്പ് എപ്പോഴാണ് 0 ആവുക? സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, സ്കൂളിൽ പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് നോക്കാം നമുക്ക്. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ല. ഇത് എപ്പോഴാണ് 0 ആവുക? ന്യൂമറേറ്റർ 0 ആകുമ്പോഴല്ലേ. നമ്മൾ ഇതിനെ 0 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 0 ആകുമ്പോഴല്ല കേട്ടാ. ഇവിടെ ഏതിലൊരു നമ്പർ ഉണ്ടാവും നമുക്ക്. അപ്പൊ ന്യൂമറേറ്റർ 0 ആവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? y വാല്യൂ സെയിം ആവണം അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താ? എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരയുടെ സ്ലോപ്പ് 0 ആയ ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാനിപ്പോ ഒരു പരാബോളയോ അല്ലെങ്കിൽ പരാബോള വരയ്ക്കുന്നത് എളുപ്പത്തിന് വേണ്ടി വരയ്ക്കണമെന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു കർവുള്ളത് ഇങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അതില് ഈ സ്ലോപ്പ് 0 ആകാന്ന് പറഞ്ഞാൽ ആ ടാൻജന്റ് ഏകദേശം ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. എന്തായാലും ആലോചിച്ച് നോക്കിയേ. സ്ലോപ്പ് 0 ആവാന്ന് പറഞ്ഞാൽ ആ ടാൻജന്റ് വരയ്ക്കുന്ന ടാൻജന്റ് എക്സ് ആക്സിസിന് പാരലൽ ആവണ്ടേ. ഇനി നോക്കി നോക്കിയേ, ഈ പോയിന്റിനെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കണോണ്ട് വല്ല നഷ്ടം ഉണ്ടോന്ന്? കാരണം എന്താ? ഇടത്തെ സൈഡിൽ അത് ഇങ്ങോട്ട് താഴ്ത്തോട്ട് വരാ, ഡിക്രീസിങ് ആ. വലത്തെ സൈഡിൽ ഇൻക്രീസിങ് ആണ് അല്ലെ. അതായത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിനെ ടേണിംഗ് പോയിന്റ് എന്ന് പറയും. നമ്മളിപ്പോ പറയൂലേ 10ാം ക്ലാസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്ന്. അതുപോലെയൊക്കെ തന്നെ ഇവിടെ നോക്ക്, ഇവിടെ നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് കുറഞ്ഞു വരുന്നു, അപ്പുറത്തെ സൈഡിൽ കൂടി വരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റിന് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ചിലപ്പോ ചോദ്യത്തില് ഫൈൻഡ് ദ ടേണിംഗ് പോയിന്റ് എന്ന് ചോദ്യം ഉണ്ടാവാം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ പോയിന്റ് വന്നിട്ട് പ്രത്യേകത മനസ്സിലായില്ലേ? എഫ് ഡാഷ് 0 ആകാന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. എഫ് ഡാഷ് 0 ആവുന്നത് എപ്പോഴാ? സ്ലോപ്പ് 0 ആവുന്നത് എപ്പോഴാണ്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ടാൻജന്റ് വരുമ്പോൾ. ശരിയാണ്. നമ്മൾ നോക്കിയപ്പോ ഇതിന്റെ ഒരു സൈഡിൽ ഒരു സ്വഭാവം, മറ്റേ സൈഡിൽ വേറെ സ്വഭാവം. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിക്രീസിങ് ആയിട്ട് വരുന്നു, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസിങ് ആയിട്ട് വരുന്നു. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഉപകാരം മനസ്സിലായില്ലേ എന്താന്നുള്ളത്? ഓക്കെ. എന്നിട്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിനകത്ത് നമ്മൾ ഈ ഓരോ പോയിന്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇന്റർവെല് കണ്ടുപിടിച്ചിരുന്നത്. ഇതാണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവില് ആക്ച്വലി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ലോപ്പിന്റെ കൺസെപ്റ്റാ. അതായത് നമ്മൾ സ്ലോപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ, എന്താ സ്ലോപ്പ് അല്ല, ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുന്നുണ്ട് നമ്മള്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് m1 ഇൻറ്റു m2 എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതേ ഐറ്റത്തിന് നമുക്ക് m1 m2 അല്ലേ വേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ്. അപ്പൊ നമ്മൾ ഒരു കർവ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ dy ബൈ dx കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏത് പോയിന്റിലാണോ സ്ലോപ്പ് വേണ്ടേ, ഇപ്പൊ ഏതിലൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ, വല്ല 2ന്നോ 3എന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇട്ട് കൊടുക്കാട്ടാ. അപ്പൊ നമുക്ക് സ്ലോപ്പ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക. ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.